അപ്പോ അച്ഛൻ പോകാൻ തന്നെ തീരുമാനിച്ചു. പോകാതെ പറ്റില്ല മോനെ. അച്ഛൻ ഇവിടെ നിന്നെന്താ? മരുമോൻ പറഞ്ഞതിൽ കാര്യമുണ്ട് മാഷേ. ഇവിടെ താമസിച്ചാല് അടിക്കടി സെക്രട്ടേറിയറ്റ് പഠിക്കല്, നിരാഹാരവും സത്യാഗ്രഹവും ഒക്കെ നടത്തി നല്ല സുഭിക്ഷമായിട്ട് കഴിയാം. അച്ഛന്റെ കാര്യം അച്ഛൻ നോക്കിക്കോളും. ഒരു തന്നെ പാട് നോക്ക്. വേണ്ട മോളെ, മഹാത്മാരെ പറ്റി പറയാൻ അണികൾക്ക് അവകാശമുണ്ട്. എന്താ വേണ്ടേന്ന് വെച്ചാ പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഇനിയുണ്ടോ വലുതും പറയാൻ? ആ, ഇനി ഞങ്ങൾക്ക് ഇത്തിരി ഫാമിലി മാറ്റേഴ്സ് സംസാരിക്കാനുണ്ട്. നീ ഇവിടെ തന്നെ നിന്നാ മതി. വാ മോനെ. പിന്നെ ചില സമയത്ത് എന്റെ മോളുടെ പ്രവൃത്തി കണ്ട ഇവള് ചിറ്റേടത്ത് മാധവൻ നായരുടെ മകള് തന്നെയാണോ എന്ന് നിനക്കൊരു സംശയം തോന്നിയേക്കാം. സംശയിക്കണ്ട, അത് അവളുടെ അമ്മ മരിക്കുന്നതിന് മുമ്പ് ഞാൻ ക്ലിയർ ചെയ്തതാ. ഈ വാശിയും മുൻശുണ്ടിയും സ്വല്പം കൂടുതലാ. അങ്ങനെ വരുമ്പോ ലാത്തി പ്രയോഗവും ചൂരൽ പ്രയോഗവും ഒന്നും വേണ്ട. ഈ താടിമതെ ചക്കി ചക്കി ഒരു തട്ട് കെട്ടിയാൽ മതി. അങ്ങനെയാണ് അവളുടെ അമ്മയുടെ ശുണ്ടിയാ നിർത്തിയത്. അതൊന്നും സാരമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. ആ പിന്നെ പോകാതിരിക്കാൻ പറ്റഞ്ഞിട്ടാ. ഈ വെള്ളിയാഴ്ച തന്നെ എറണാകുളത്ത് 3 നിരാഹാര സത്യാഗ്രഹം ഉണ്ട്, കോഴിക്കോട് വേറെയും. അല്ല, ഇങ്ങനെ സ്ഥിരമായിട്ട് പട്ടിണി കിടക്കുന്നത് ശരീരത്തിന് ക്ഷീണമല്ല അച്ഛാ? എന്നെ കണ്ടിട്ട് അങ്ങനെ ഒരു ക്ഷീണം തോന്നുന്നുണ്ടോ? ഏയ് അതില്ല. ആ, അതൊരു ട്രേഡ് സീക്രട്ടാ. മോളെ, ദേ അച്ഛൻ ഇറങ്ങണു. ശരി അച്ഛാ. അപ്പൊ ശരി എന്നാ. ഓ ഉലഹു, അച്ഛനെ ബസ് സ്റ്റാൻഡിൽ ഡ്രോപ്പ് ചെയ്തേ. ശരി, ആ ബൈക്ക് വേണ്ട വേണ്ട വേണ്ട. കാറിൽ കൊണ്ടാക്കാൻ മരുമോൻ ഒരു ഫോർമാലിറ്റിക്ക് പറഞ്ഞതാ. ഗാന്ധിയൻ ആയതുകൊണ്ട് കാൽനടയായിട്ട് പോകാനായിരിക്കും മാഷിന് താല്പര്യം ഇല്ലേ? ഇത് ഫോറിൻ കാറാണോ? അല്ല, ഇന്ത്യന്. അപ്പൊ ധൈര്യമായിട്ട് കയറാം. വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കണമെന്നേ മഹാത്മജി ആഹ്വാനം ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കഴിക്കാമല്ലോ മാഷെ. കഴിക്കുന്നവര് കഴിച്ചോട്ടെ. എല്ലാവരും കുടി നിർത്തിയാ പിന്നെ ഞങ്ങളുടെ സംഘടന പിരിച്ചുവിടേണ്ടി വരില്ലേ? മാഷ ആള് കൊള്ളാലോ. മറ്റുള്ളവർ സത്യാവസ്ഥ തുറന്നു പറയില്ല, ഞാൻ പറയും. അതാണ് എന്റെ സത്യസന്ധത. എന്നാ ഞാനൊരു സത്യം പറയട്ടെ. പറ. മാഷ് ആരോടും പറയില്ലല്ലോ? ഇല്ല. ഈ സത്യം പറയുന്നവരെ എനിക്ക് ഭയങ്കര ഇഷ്ടം. വണ്ടി എടുക്കടോ. ആ, കാത്തിരുന്ന് മുഷിഞ്ഞോ? ഹേയ്, ഭർത്താവിന് വേണ്ടി കാത്തിരിക്കാൻ വിധിക്കപ്പെട്ടവളല്ലേ സ്ത്രീ. ആ കാത്തിരിപ്പ് ആദ്യ രാത്രി തന്നെ തുടങ്ങാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. വിവാഹവും മരണമൊന്നും പേഷ്യൻസിനൊരു പ്രശ്നമല്ല. എന്നത്തേക്കാൾ തിരക്കായിരുന്നു. അയ്യോ, അപ്പൊ ഞാൻ കാലുകുത്തിയ ദിവസം മോശമായില്ലല്ലോ. ഉടയമ്പുരാനെ ആശ്വാസമായി. ലേറ്റ് മാരേജ് ആണെങ്കിൽ എന്താ, ഐശ്വര്യമുള്ളൊരു പെണ്ണിനെ തന്നെ കിട്ടിയല്ലോ. അതിന് കർത്താവിനോട് സ്തുതി പറയുക തന്നെ വേണം. ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്യാം. ബെഡ് ലാമ്പ് കിടക്കട്ടെ അല്ലേ? ഞാൻ ആദ്യമായി കണ്ട ഇതാ ഇങ്ങോട്ട് നോക്കൂ. കിടക്കണോടെ. ഈ തിളക്കമുള്ള വസ്തുവിലേക്ക് നോക്കൂ. നോക്കാനല്ലേ പറഞ്ഞത്? ചുറ്റും നടക്കുന്ന ഒന്നിനെ പറ്റിയും നിങ്ങൾ ശ്രദ്ധിക്കരുത്. എന്റെ കയ്യിലിരിക്കുന്ന ഈ വസ്തുവിൽ മാത്രം ശ്രദ്ധിക്കുക. മറ്റെന്ത് ശബ്ദം കേട്ടാലും നിങ്ങൾ അനങ്ങരുത്. കണ്ണുകൾ ഇങ്ങോട്ട് തന്നെ ആയിരിക്കണം. കയ്യും കാലും അയച്ചിടൂ. നിങ്ങളുടെ കണ്ണുകൾ അടഞ്ഞു വരുന്നു. നിങ്ങൾക്ക് ഉറക്കം വരുന്നു. അല്പസമയത്തിനുള്ളിൽ നിങ്ങൾ ഉറങ്ങും. സുഖകരമായ നിദ്രയിലേക്ക് നിങ്ങൾ വഴുതി വീഴുകയാണ്. ഇതാ നിദ്ര എത്തിക്കഴിഞ്ഞു. ഉറങ്ങൂ, ഉറങ്ങൂ, ഉറങ്ങൂ. എന്താ ഉറങ്ങുന്നില്ലേ? കിടന്നതാ. എന്താന്നറിയില്ല, ഇന്ന് ആ മുറിയിൽ വല്ലാത്ത കൊതുക്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇവിടെ കിടക്കാം. അപ്പടി കൊതുകാന്നല്ലേ പറഞ്ഞത്? കൊതുകടി കൊണ്ടിട്ട് ഒത്തിരി കാലായി. അതുകൊണ്ട് ഞാൻ അപ്പുറത്തെ മുറി പോയി കിടക്കാം. പോട്ടെ. അല്ല, അവിടെ അത്രയും കൊതുകൊന്നുമില്ല. വേണമെങ്കിൽ ഞാനും കൂടെ വരാം. നോ പ്രോബ്ലം. അവിടെ പ്രേതമുണ്ട്, പേടിക്കും. എനിക്ക് പേടിയില്ല. ഞാൻ നിന്റെ കാര്യമില്ല, പ്രേതത്തിന്റെ കാര്യം പറഞ്ഞത്. കുഴപ്പമില്ല. എന്റെ കാര്യം പോക്ക. അയ്യോ, ഡോക്ടർക്ക് ഇനി എണീക്കാം. എണീക്കണം. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന രഹസ്യങ്ങൾ മുഴുവൻ എനിക്ക് കിട്ടിക്കഴിഞ്ഞു.
അപ്പോ നിങ്ങൾ പണക്കാരികളായ 3 പെൺകുട്ടികളെയും സ്വന്തം വീട്ടിലെ ദരിദ്രവാസിയായ ഒരു ജോലിക്കാരിയും പ്രേമിച്ചിരുന്നല്ലേ? അതെ, അതങ്ങനെ സംഭവിച്ചു പോയി. പക്ഷെ അവരൊക്കെ എന്നെ ആത്മാർത്ഥമായിട്ട് വഞ്ചിച്ചു. വഞ്ചിച്ചാ? സ്വന്തം തെറ്റുകൾ ബോധപൂർവം മറച്ചു വെച്ചിട്ടാണ് ഹിപ്നോട്ടൈസ് ചെയ്ത് കളങ്കപ്പെട്ടിട്ടില്ലാത്തൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കും നിങ്ങൾ വാശി പിടിച്ചത്. വിവാഹം കഴിച്ച പുരുഷനോട് സത്യം മറച്ചു വെക്കുന്നത് ഭാരത സ്ത്രീയുടെ ഭാവശുദ്ധിക്ക് ചേരാത്തതായതുകൊണ്ട് ഒരു കാര്യം ആദ്യരാത്രിയിൽ തന്നെ തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ 5 പേരെ പ്രേമിച്ചിട്ടുണ്ട്. SSLCക്ക് 2, പ്രീ ഡിഗ്രിക്ക് 2, നാട്ടിലൊന്ന്. ഒരു ക്രിസ്ത്യാനി, ഒരു മുസ്ലിം, 3 ഹിന്ദുക്കളും. അതിൽ 2 പേരെ എന്നെ വഞ്ചിച്ചു, 3 പേരെ ഞാനും അങ്ങ് വഞ്ചിച്ചു. പിന്നെ ആരെയും പ്രേമിച്ചിട്ടില്ലെന്ന് ഹിപ്നോട്ടിസത്തിൽ പറഞ്ഞതോ? പച്ചക്കള്ളം. സൈക്കോളജിസ്റ്റ് ഒന്നും ആയില്ലെങ്കിലും കറസ്പോണ്ടൻസ് കോഴ്സിൽ ഹിപ്നോട്ടിസം പഠിച്ചവളാ ഞാൻ. എങ്കിലും ഒരു സൈക്യാട്രിസ്റ്റിനെ ഹിപ്നോട്ടൈസ് ചെയ്ത് കീഴ്പ്പെടുത്താൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. നിങ്ങൾ വെറും ദുർബല ഹൃദയനാണെന്ന് എനിക്ക് ആദ്യമേ ബോധ്യമായി. ലൈറ്റ് കെടുത്തട്ടെ. ലഡ്ഡു എപ്പോഴായിരുന്നു? 8:55. ഇത് രണ്ടാമത്തെ അല്ലേ? എന്റെ അറിവിൽ ആദ്യത്താ. ഇനി വേറെ ഉണ്ടോന്നറിയില്ല. കൺഗ്രാറ്റുലേഷൻസ്. ആണോ പെണ്ണോ? അത് പൂർത്തിയാലേ പറയാൻ പറ്റൂ. അപ്പൊ മാസം തികയാതെയാണോ പ്രസവിച്ചത്? ആര് പ്രസവിച്ചു എന്നാ? കമലാസന മുതലാളിയുടെ കെട്ടിടത്തിന് തറക്കല്ലിട്ട കാര്യം പറഞ്ഞതാ. 8:55. അത് മേലോട്ട് കെട്ടി വന്നാലേ ആണാണോ പെണ്ണാണോ എന്ന് പറയാൻ പറ്റൂ. ഓ അത് ശരി, ഞങ്ങള് കരുതി ഉലകന്നാന്റെ ഭാര്യ പ്രസവിച്ചെന്ന്. എന്റെ ആദ്യത്തെ മോൻ 8 മാസം കഴിഞ്ഞതേ ഉള്ളൂ. അതിന്റെ പ്രസവ വേദന എന്റെ ഭാര്യയും ആശുപത്രി ചെലവിന്റെ ഓർമ്മ ഞാനും ഒന്ന് മറക്കട്ടെ. എന്നിട്ട് രണ്ടാമതൊന്നിനെ കുറിച്ച് ആലോചിക്കാം. അതുപോലെ മനോഹര. തരക്കേടില്ലാത്ത ഒരു തമാശ പറഞ്ഞിട്ട് എല്ലാവരും ചിരിച്ചല്ലോ. ഭാമ മാത്രം എന്താ ഹവാല കേസിലെ പ്രതിയെ പോലെ ഇരിക്കുന്നത്? ചിരിക്കണമെന്നുണ്ട്. ഒരു കോൾ വന്ന കാര്യം പറയാൻ താമസിച്ചേനെ ഓർമ്മക്കുറവിനുള്ള മരുന്നിനെ കുറിച്ച് തന്നാ. ഇനി ചിരിച്ചാൽ ചിരി നിർത്താനുള്ള മരുന്നിനെ കുറിച്ചാലോ? അത്രേ ഉള്ളോ? കോൺക്രീറ്റിന് സിമെന്റിന്റെ റേഷ്യോ തെറ്റിച്ചിന് ആത്മഹത്യ ചെയ്യാനുള്ള മരുന്ന് അദ്ദേഹം എനിക്ക് കുറിച്ച് തന്നത്. ഇത്ര നിസ്സാര കാര്യങ്ങൾ ഇങ്ങനെ ഇഷ്യൂ ആക്കാൻ തുടങ്ങിയാൽ ചുമ്മാതല്ല. ഭാമയ്ക്ക് എത്ര രൂപ ശമ്പളം കിട്ടുന്നുണ്ട്? 1300. അതെല്ലാ മാസവും കൃത്യം 1-ാം തീയതി കിട്ടുന്നുണ്ടല്ലോ. ഉണ്ട്. എന്നാലേ കൂടുതൽ വർത്തമാനം പറയാ, ജോലി ചെയ്യാൻ നോക്ക്. അല്ലാതെ കൂടുതൽ വിപ്ലവം വിളമ്പാൻ നിന്നാലുണ്ടല്ലോ ചൊരച്ചിലിനുള്ള മരുന്ന് കുറിച്ച് തരും. MD അല്ല ഞാൻ. അവനവന്റെ ഉത്തരവാദിത്വം മറക്കുകയും ചെയ്യും, സ്ഥാപനത്തിന്റെ ഉടമയെ വിമർശിക്കുകയും വേണം. അങ്ങനെ ഇപ്പൊ വല്ലവന്റെ ചെലവിൽ വിപ്ലവം ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. പറച്ചിൽ കേട്ടാ തോന്നും ഈ പറഞ്ഞ ആൾ ഇതൊന്നും ചെയ്യുന്നില്ലാന്ന്. ഞാൻ വിമർശിക്കും. എനിക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്ന് കരുതി കണ്ട അണ്ടനോ അടകോട്ടനോ ഒക്കെ വിമർശിക്കാൻ അങ്ങനെ മന്ത്രിയാ? ഹലോ, എന്താ അവിടെ ബഹളം? സാർ, ഇവിടെ ഹോളോ ബ്രിക്കിനാണോ ചുടുകലിനാണോ ബലം എന്ന് പറഞ്ഞൊരു ചെറിയ തർക്കം. ഹോളോ ബ്രിക്കിനാണെന്ന് ഒരു ഗ്രൂപ്പ്, ചുടുകലിനാണെന്ന് വേറൊരു ഗ്രൂപ്പ്. രണ്ടിനുമല്ല കരിങ്കല്ലിനാണ് ബലമെന്ന് ഞാൻ പറഞ്ഞു. എന്താ സാറിന്റെ അഭിപ്രായം? ക്യാബിനിലേക്ക് വരൂ, ഉദാഹരണ സഹിതം ഞാൻ വിശദീകരിക്കാം. എന്തെങ്കിലും അഡ്വൈസ് ചോദിക്കാനായിരിക്കും. അച്ഛനെ അവർക്കൊന്ന് പരിചയപ്പെടണമെന്ന്. ആവേശമുണർത്തുന്ന സംസാരം ഞാൻ കേട്ടു. ആരാ അവര്? ഇവിടെ അടുത്തുള്ളവരാ, മഹിളാ സമാജത്തിന്റെ പ്രവർത്തകരാ. അച്ഛൻ ഇവിടെ ഉണ്ടെന്നറിഞ്ഞപ്പോ പരിചയപ്പെടണമെന്ന് വലിയ നിർബന്ധം. മഹേഷ് ടൂർ പോയിരിക്കുന്നുകൊണ്ട് ഇവിടെ ആരും ഇല്ലാത്തതിനാൽ അവൻ പ്രത്യേകം നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നു നിൽക്കുന്നതെന്ന് നീ അവരെ ധരിപ്പിച്ചില്ലേ? നമ്മുടെ കുടുംബകാര്യം തന്നെ അവരെ അറിയിക്കുന്നേ. അല്ലെങ്കിൽ ഞാൻ മരുമോന്റെ വീട്ടിൽ വലിഞ്ഞു കയറി കിടക്കുകയാണെന്നല്ലേ അവര് വിചാരിക്കുക? വിചാരിച്ചാൽ എന്താ? എന്താന്നോ, ഞാനൊരു ഗാന്ധിയനല്ലേ മോളെ. ഒരു ഗാന്ധിയൻ അധികം ദിവസവും ആരുടെയും ഔദാര്യം സ്വീകരിക്കാൻ പാടില്ല എന്ന് മഹാത്മജി നമ്മെ പഠിപ്പിച്ചത് നീ മറന്നോ മോളെ? ആദർശം പറയാണ്ട് ആ തൊപ്പി കൂരി വെച്ചിട്ട് അച്ഛനൊന്ന് അപ്പുറത്തോട്ട് വന്നേ. അപ്പൊ പറഞ്ഞതുപോലെ 12-ാം തീയതിയിലെ കാര്യം മറക്കല്ലേ? വരട്ടെ. എന്താ മഹിളാമണികൾ പതിവില്ലാതെ ഇവിടെ? പതിവില്ലാത്തതല്ലോ, ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഇവിടെ വരാറുണ്ട്. സാറ് കാണാഞ്ഞിട്ടാ. വരട്ടെ. ഇനി നോക്കണ്ട, മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണത് തന്നെ. ഉലഹന്നൻ എന്താ പറഞ്ഞത്? ഒന്നുമില്ല. സ്വന്തം വീട്ടിലെ വല കയ്യെത്തി അടിക്കത്തില്ല, സമൂഹത്തിലെ മാറാല അടിക്കാൻ ഇറങ്ങിയിരിക്കുക. സമൂഹത്തിലെ മാറാല അടിച്ചിട്ട് സൗകര്യമായിട്ട് വീട്ടിലെ മാറാല അടിച്ചാ എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. സമൂഹം വൃത്തിയായിട്ട് വരുമ്പോഴേക്കും വീട് ഭാർഗവി നിലയം പോലെ ആവൂല്ലേ മൃദുലയുടെ അച്ഛ? അതെ അതെ അതെ. താൻ പറഞ്ഞത് അവൾക്ക് ഇഷ്ടായില്ലെന്ന് തോന്നുന്നു. എങ്ങനെ പറയാതിരിക്കും മഹിയുടെ അമ്മായി അച്ഛ? ഓരോ വീട് നന്നായ മതി, നാട് താനേ നന്നായിക്കോളും. അതാണല്ലോ ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരവരുടെ വീട് നന്നാക്കാനുള്ള തത്രപ്പാടിലല്ലേ? വളരെ ശരിയാ. തുറന്ന് ചോദിക്കുന്നുണ്ട്, വേറെ ഒന്നും തോന്നരുത്. ഈ മദ്യവർജനം എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്, സാറിന് എന്ത് കിട്ടും? വെള്ളമടി നടക്കും.
മദ്യ വ്യവസായികൾ സംഘടനയ്ക്ക് തരുന്ന സംഭാവന കൊണ്ട് യാത്രാ ചെലവും വെള്ളമടിയും നടക്കും. നാരങ്ങ വെള്ളം. മദ്യവർജന സമിതിക്ക് മദ്യ വ്യവസായികളാണോ സംഭാവന തരുന്നത്? പിന്നല്ലാതെ ഞങ്ങൾ ഓരോ സമരങ്ങളും ജാഥകളും സംഘടിപ്പിക്കുമ്പോൾ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ എത്ര തവണയാ മദ്യം മദ്യം എന്ന വാക്ക് ആവർത്തിച്ച് പറയുന്നത്? മദ്യത്തിന് ഇതിൽ പരം ഒരു പബ്ലിസിറ്റി കിട്ടാനുണ്ടോ? ശരിയാ, ആ. അതിനവര് സംഭാവന തന്നേ പറ്റും. ഇപ്പൊ ഇവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. തുറന്നു പറയണം, സാർ ഇതുവരെ ജീവിതത്തിൽ ഒരു തുള്ളി മദ്യം പോലും കഴിച്ചിട്ടില്ലേ? ഒരു തുള്ളി കഴിച്ചാൽ എന്തെങ്കിലും ആവൂടാ കഴുതേ. 1.5 കുപ്പി വരെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ അകത്താക്കിയിട്ടുണ്ട്. മദ്യത്തിനെതിരെ പോരാടാനുള്ള ആവേശം അന്നാണ് എനിക്കുണ്ടായത്. ഉള്ളത് പറഞ്ഞാൽ അന്ന് തോന്നിയ ആവേശം സത്യത്തിൽ എനിക്കിപ്പില്ല. അത് സാർ ഇപ്പൊ കഴിക്കാത്തതുകൊണ്ടാ. വല്ലപ്പോഴും 1-2 പെഗ് വീശണം. അനാവശ്യം പുലമ്പരുത്. കുടിച്ചു തുടങ്ങിയാൽ പെഗ്ഗിൽ തീരത്തില്ല, കുപ്പിയിലേ നിൽക്കൂ. ഇന്നത്തെ വിലക്ക് നമ്മളെ കൊണ്ട് അത് താങ്ങാൻ പറ്റുമോ? വാസ്തവം, പുതിയ മിനിസ്റ്റർ വന്നിട്ടും വിലയിൽ കുറവൊന്നും ഇല്ലല്ലോ. ആ പിന്നെ സാർ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കാതിരിക്കാൻ കമ്പനി തരണമെന്ന് പറഞ്ഞിട്ടാ മഹേഷ് പോയത്. അതാ ഞാൻ വന്നത്. എന്താ? അതെ, നേരെ ഇത്രയല്ലേ ആയുള്ളൂ. ഇപ്പൊ തന്നെ തുടങ്ങണോ? എന്ത്? പകലെങ്കിലും നിരോധനം ഏർപ്പെടുത്താന്ന് വിചാരിച്ച അതിനും സമ്മതിക്കില്ല. സോഡ നിർബന്ധം ഉണ്ടാവോ ആവോ? മോളെ 2 ഗ്ലാസ് ഇങ്ങനെ എടുത്തേ.